പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന സുന്ദരമായ ഒരു അറിവാണ്. ഏതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് അവരുടെ ദുഃഖങ്ങളും അവരുടെ വേദനകളും അവരുടെ വിഷമങ്ങളും മാറ്റാൻ സാധ്യമാകുന്നതാണ്. ഇസ്ലാമികപരമായിട്ട് ഒരു മുസ്ലിമിൻ്റെ, ഒരു മുഅ്മിനിൻ്റെ ദുഃഖം മാറ്റിയെടുക്കാൻ ഏതു പ്രയാസമാണെങ്കിലും എന്ത് വിഷമമാണെങ്കിലും അതൊന്നും മാറ്റിയെടുക്കാൻ കാരണമാകുന്ന സുന്ദരമായ ഒരു അറിവാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ ദുനിയാവിൽ നമ്മൾ ചെയ്തതാകുന്നതായ ഒരു കുറ്റം, ആ കുറ്റത്തെ അല്ലാഹു മറച്ചു വെക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യേണ്ടുന്ന അമല് എന്താണ്? വളരെ കൃത്യമായിട്ട് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ അമലുകളെന്നും വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി റസൂലില്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അള്ളാഹു നമ്മെ ഖബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു അവൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കറിയാം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധ്യമല്ലാത്തതായ ഒന്നും തന്നെ ദുനിയാവിലില്ല. സുന്ദരമായ ഒരു ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകുന്നത്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഈ ഹദീസിൽ ധാരാളം ചിന്തിക്കേണ്ടതും ധാരാളം ആലോചിക്കേണ്ടതും അതറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുമാകുന്നതായ ഒരുപാട് കാര്യങ്ങൾ ഈ ഹദീസിൽ പറഞ്ഞു തരുന്നുണ്ട്, പ്രതിപാദിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഹബീബായ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു, മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ. ഒരു വിശ്വാസിയുടെ അല്ലെങ്കിൽ ഒരാളുടെ ഏതെങ്കിലും ഒരു പ്രയാസം, ഒരു ദുഃഖം, ഈ ദുനിയാവിലെ ദുഃഖം നമുക്ക് മാറ്റിക്കൊടുക്കാൻ സാധിപ്പിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ അങ്ങനെ മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ആഖിറത്തിന്റെ ജീവിതത്തിൽ ആരാണോ പ്രയാസം മാറ്റിക്കൊടുത്തത് അവൻ്റെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖിയാമത്ത് ദിവസത്തിലെ പ്രയാസങ്ങൾ, അവസാന ദിവസത്തെ അന്ത്യനാളിലെ ആഖിറത്തിന്റെ ജീവിതത്തിലെ, പരലോക ജീവിതത്തിലെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി മാറ്റിക്കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? അപ്പൊ നമ്മുടെ ഒരു ദുഃഖം, ആഖിറത്തിലെ വിഷമങ്ങൾ മാറിക്കിട്ടണോ, ദുനിയാവിൽ ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വിഷമം മാറ്റാൻ നമ്മളൊരു കാരണമായാൽ മതി. നമുക്കറിയാം, ദുനിയാവിൽ ജീവിക്കുന്നവരിൽ ഒരുപാട് ആളുകളുണ്ട്, പലരുണ്ട്. കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, കഷ്ടതകൾ കൊണ്ട് വേദനിക്കുന്നവർ, അങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് ദുനിയാവിലുള്ളത്. സാമ്പത്തികപരമായിട്ടല്ലെങ്കിലും ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ, രോഗങ്ങൾ കൊണ്ട് വലയുന്നവർ, കടങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, അങ്ങനെ കെണിയിലകപ്പെട്ടു പോയവർ, പലതരത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുടെ ബുദ്ധിമുട്ട് മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ പുണ്യമതത്തിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് പ്രിയപ്പെട്ടവരെ ഇത്. അവരുടെ വിഷമങ്ങൾ മാറ്റാൻ നമ്മളൊരു കാരണമായാൽ നാളെ ആഖിറത്തിലെ വിഷമം അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതാണ്. അതുപോലെ ഹദീസിന്റെ ബാക്കി ഭാഗം നോക്കാൻ, വമൻ യസ്സറ അലാ മുഅ്സിരിൻ. ആരെങ്കിലും പ്രയാസത്തിലായ ഒരാളോട് അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ചു കൊടുത്താൽ, യസ്സറല്ലാഹു അലൈഹി ഫിദ് ദുനിയാ വൽ ആഖിറ. അല്ലാഹു ദുനിയാവിലെയും ആഖിറത്തിലെയും അവനിക്ക് അവൻ്റെ പ്രയാസങ്ങളെ എളുപ്പമാക്കി കൊടുക്കുന്നതാണ്, മാറ്റിക്കൊടുക്കുന്നതാണ്. അതുപോലെ അടുത്ത ഹദീസ്, ആ ഹദീസിന്റെ ബാക്കി ഭാഗം നോക്കാം.
ഒമൻ സതറ മുസ്ലിമാ, ആരെങ്കിലും ഒരാള് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഒരു ന്യൂനതയും മറച്ചു വെച്ചാൽ, അവൻ ചെയ്തു പോയ ഒരു പാപം അത് പറഞ്ഞുകൊണ്ട് നടക്കാതെ മറച്ചു വെക്കുകയാണ്, മറ്റുള്ളവരെ അറിയിക്കാതെ അതിനെ മറച്ചു വെക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സത്തറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ, ആ മറച്ചു വെച്ച മനുഷ്യനുണ്ടല്ലോ അവന്റെ ന്യൂനതകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും മറച്ചു വെക്കുന്നതാണ്. അത്ര വലിയ പാഠമാണ്. ഇതിലൂടെ നമ്മൾ മറ്റൊരു കാര്യം ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ളതുണ്ട്. ഇനി മറ്റൊരാളുടെ ന്യൂനതയെ മറച്ചു വെക്കാതെ പറഞ്ഞുകൊണ്ട് നടന്നാലോ, നമ്മളെയും അല്ലാഹു തആല അങ്ങനെ പറഞ്ഞ് നമ്മളെ നാണം കെടുത്തിയതുപോലെ നമ്മളെയും അല്ലാഹു തആല നാണം കെടുത്തും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ഹദീസിന്റെ ബാക്കി ഭാഗം, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദാസന്റെ തൻ്റെ ദാസൻ തൻ്റെ സഹോദരന് സഹായം ചെയ്തു കൊടുത്തിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിക്കുന്നതാണ്. ഒരടിമ തൻ്റെ സഹോദരനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ സഹായിക്കുന്നതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ സലക തുരീകൻ യൽതമിസു ഫീഹി ഇൽമാ, ആരെങ്കിലും വിജ്ഞാനം തേടിയിട്ടൊരു വഴിയിൽ നടന്നാൽ, ആരെങ്കിലും ഇൽമ തേടി അറിവ് തേടി ഒരു വഴിയിലേക്ക് നടന്നാൽ അള്ളാഹു അവനുള്ള സഹലല്ലാഹു ലഹു ത്വരീഖൻ മിൻ തുറുഖിൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള പാത അവനിക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുന്ദരമായ ഹദീസാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ഈ ഹദീസ് നമ്മൾ ചിന്തിക്കേണ്ടതും മാനുഷികമായ മൂല്യങ്ങൾക്ക് ബോധം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു വിശ്വാസിയുടെ ദുനിയാവിലെ വിഷമം മാറ്റിയാൽ അള്ളാഹുവിൻ്റെ ആഖിറത്തിലെ വിഷമം മാറ്റി കൊടുക്കുന്ന, അതുപോലെ ദുനിയാവിലെ വിഷമങ്ങൾക്ക് നിങ്ങളൊരു താങ്ങും തണലുമായി നിന്നാൽ, നിങ്ങളൊരു കാരണക്കാരനായാൽ അള്ളാഹു നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും വിഷമങ്ങൾക്ക് താങ്ങും തണലുമായി നിൽക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ ഒരടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അടിമയെ സഹായിച്ചു കൊണ്ടിരിക്കുമെന്നും മുത്തുനബി തങ്ങൾ പഠിക്കും. ഇങ്ങനെ അടങ്ങുന്ന നല്ല ഒരു അറിവാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പഠിച്ചത്. അള്ളാഹു നമ്മുടെ അറിവിൽ അമലിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഈ ലോകം വളരെയധികം പ്രയാസങ്ങളിലേക്കും ഫിത്നകളിലേക്കും ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ മാനുഷികപരമായിട്ടുള്ള മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കണമെന്ന് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം വരച്ച് കാണിച്ച് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ നമ്മളെ കൊണ്ട് കഴിയുന്ന മറ്റൊരാളെ വേദനിപ്പിക്കാതെ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അവരെ സഹായിക്കണം എന്നാണ് ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സിലൂടെ ഏറ്റവും വലിയൊരു ഉപദേശം എന്ന നിലയ്ക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. മറ്റുള്ളവരൊരു കാരണവശാലും നമ്മുടെ നാവ് കൊണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ ഒന്നും ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല. ഇത് കൊടിയ പാപമാണ്, കൊടിയ തെറ്റാണ്. ഈ ഹദീസുകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചില പാഠങ്ങളുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖം നീക്കുക എന്ന് പറയുന്നത് വലിയ ഇബാദത്താണ്, ചെറിയ ഇബാദത്തല്ല. മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ നീക്കുക എന്ന് പറയുന്നത് വലിയ ഇബാദത്താണ്. അതുപോലെ ബുദ്ധിമുട്ടിലായവരെ സഹായിക്കുക, അതുപോലെ അറിവ് തേടുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അതുപോലെ ഖുർആൻ പഠനവും മനുഷ്യ സേവനവും അള്ളാഹുവിൻ്റെ സഹായം നേടാനുള്ള മാർഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ കാണാം. നമ്മളെല്ലാവരെയും അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.